ഇലക്ഷൻ ചൂട് എങ്ങനെയുണ്ട്? ഇപ്പൊ അന്തരീക്ഷത്തിലെ ചൂടും ഇലക്ഷൻ ചൂട് എങ്ങനെയുണ്ട്? പ്രകൃതിയുടെ ചൂട് ഭയങ്കര ചൂടാണ്. ഇലക്ഷൻ ചൂടും അത്യാവശ്യമുണ്ട്. ഇല്ലല്ലേ? ഇപ്പൊ ഈ വോട്ടർമാരെ കണ്ടുകഴിയുമ്പോ പ്രത്യേകിച്ച് പരാതി എന്താണ് പരിപാടി? വോട്ടർമാര് കാണുമ്പോ ഒരു ചേഞ്ച് വേണം, ഒരു മാറ്റം വേണം എന്നുള്ളതാണ് അവര്. പ്രത്യേകിച്ച് പരാതികളൊന്നുമില്ല. പരാതികൾ എന്ന് പറഞ്ഞാൽ അവർക്ക് എന്താ പറയാ, കാണാൻ പറ്റാത്ത പരാതികളുണ്ട്, അങ്ങനെ വികസനത്തിന്റെ പരാതികളുണ്ട്, പരാതികളൊക്കെ പറയുന്നുണ്ട്. ഇപ്പൊ എത്ര റൗണ്ട് കഴിഞ്ഞു? ഇപ്പൊ എല്ലാ മണ്ഡലം മൊത്തം ചുറ്റി കഴിഞ്ഞു. എല്ലാ പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും പോയിട്ടുണ്ട്. പക്ഷെ എല്ലായിടത്തും എത്താനുള്ള സമയം വളരെ കുറവാണ്. ഇപ്പോൾ വാഹന പര്യടനം നടന്നുകൊണ്ടിരിക്കുകയാണ്. കുന്നുകര പഞ്ചായത്ത്, അതുപോലെ കരുമാലൂര്, കടിങ്ങല്ലൂര് കഴിഞ്ഞിട്ടുണ്ട്. കടിങ്ങല്ലൂർ പഞ്ചായത്തിൽ കുറച്ച് സ്ഥലം കൂടി ബാക്കിയുണ്ട്. ഇന്നിപ്പോ ആലങ്ങാടാണ്, പിന്നീട് ഏലൂരും, അതുപോലെ തന്നെ കളമശ്ശേരി മുനിസിപ്പാലിറ്റിയും. ജനങ്ങളുടെ പ്രതികരണം നല്ല പ്രതികരണമാണ് ലഭിക്കുന്നത്. ജനങ്ങളൊരു മാറ്റം വേണമെന്ന് തുറന്നു പറയുന്നുണ്ട്. മാറ്റത്തിന് വേണ്ടി അവർ തയ്യാറായി നിൽക്കുകയാണ്. ഇപ്പൊ നമ്മള് കുറെ പദ്ധതികൾ ബാക്കി ഉണ്ടായിരുന്നു ചെയ്യാനായിട്ട്. അപ്പൊ അതിന്റെ ഒരു തുടർച്ച ഉണ്ടായില്ല എന്നുള്ളതാണ്. അപ്പൊ അത് പൂർത്തിയാക്കണം എന്നാണ് ജനങ്ങളുടെ അടുത്തു നിന്നുള്ള ഒരു വലിയ ആവശ്യം ഉണ്ടായിട്ടുള്ളത്. തീർച്ചയായിട്ടും അത് പൂർത്തിയാക്കുന്നതിനുള്ള ശ്രമങ്ങൾ ഉണ്ടാവും. കളമശ്ശേരിയിൽ ഇപ്പോ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ ഇവിടെയുള്ള ഒരു ട്രാഫിക് കൺജഷൻ ഉണ്ട്, വലിയൊരു പ്രശ്നമാണ്. അതിന് ശാശ്വതമായ പരിഹാരം കാണേണ്ടതുണ്ട്. അന്ന് അതിലൊരു ബ്രിഡ്ജിന്റെ പ്രപ്പോസൽ ഉണ്ടായിരുന്നതാണ്. നമ്മൾ ലാസ്റ്റ് ഗവൺമെന്റ് 2016 പോരുമ്പോൾ പ്രപ്പോസൽ ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് അതിനെപ്പറ്റി ആരും ചിന്തിച്ചില്ല എന്നുള്ളതാണ്. അപ്പോ അതിനെ കുറിച്ചൊക്കെ നമുക്കൊന്ന് പഠിച്ച് അതിനെ കുറിച്ച് പരിഹാരം കാണേണ്ടതുണ്ട്. ശുഭപ്രതീക്ഷയുണ്ട്. കഴിഞ്ഞ വർഷം നഷ്ടപ്പെട്ട UDF സീറ്റ് പിടിച്ചെടുക്കും. തീർച്ചയായിട്ടും, ഉറപ്പാണ്. തീർച്ചയായിട്ടും. എന്നോടൊപ്പം ഉള്ളത് കളമശ്ശേരി മണ്ഡലം UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് AE അബ്ദുൽ ഗഫൂറാണ്.